ദേവിയെ കൊന്നിട്ടായാലും നന്ദന്റെ വധുവാകാൻ ശ്രമിക്കുന്ന മീരയുടെ മുമ്പിലേക്ക് തൊഴുകൈകളുമായി എത്തുന്ന നന്ദനെ നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ കാണുന്നുണ്ട്. തങ്ങളെ ഇരുവരെയും ഒരുമിച്ച് ജീവിക്കാൻ മീര അനുവദിക്കണമെന്ന് മീരയോട് പറയുമ്പോൾ നന്ദന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും കാണാം. അവിടെ വെച്ച് മീര നന്ദന്റെ അപേക്ഷ നിഷേധിക്കുന്നതും കാണാം. പക്ഷേ നന്ദന്റെ ഈ അപേക്ഷ മീരയുടെ മനസ്സിൽ വേദനയുടെ ഒരു കനൽ കോരിയിട്ടെന്ന് ഉറപ്പാണ്. എന്തായാലും നന്ദന്റെ വാക്കുകൾ മീരയുടെ മനസ്സിൽ മാറ്റത്തിന്റെ ഒരു തിരുനാളം തെളിയിക്കുമെന്നുറപ്പാണ്. നന്ദൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിതത്തിലേക്കാണ് താൻ ഇടിച്ചു കയറി ചെല്ലാൻ പോകുന്നതെന്നുള്ള തിരിച്ചറിവ് മീരയ്ക്ക് കിട്ടുന്നതോടെ കഥാഗതിയിൽ അപ്രതീക്ഷിത രംഗങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. മീരയുടെയും നന്ദന്റെയും ഒരുമിക്കൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന വേദിയിൽ മീര ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്താൻ സാധ്യതയുണ്ട്. അതെ, നന്ദനായി, ദേവിക്കായി മീര അവരുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്. പക്ഷെ പരസ്യമായി മീര ദേവി നന്ദൻ ബന്ധം പറഞ്ഞാൽ അവിടെ അത് മറ്റൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. ബലരാമൻ സിദ്ധാർത്ഥൻ ബന്ധം ആടിയുലയാനും നന്ദൻ ദേവി ബന്ധം വഴിയൊരുക്കും. അവിടെ മീര ബുദ്ധിപരമായി തന്നെ നീങ്ങുവാനാണ് സാധ്യത. പരസ്യമായി തന്നെ തന്റെ വരനെ മീര പ്രഖ്യാപിക്കും. വരന്റെ സ്ഥാനത്ത് നന്ദന്റെ പകരം പ്രകാശ് മേനോനായിരിക്കും. തന്റെ പ്രവൃത്തികളെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന പ്രകാശിന് ഇനി മീരയെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. മീര പരസ്യമായി പ്രകാശിന്റെ പേരെടുത്തിട്ടാൽ ബലരാമനും പ്രഭാവതിക്കും അത് എതിർക്കാൻ സാധിക്കില്ല. എന്തായാലും വരും എപ്പിസോഡുകൾ ചൂടുപിടിക്കുന്ന ചർച്ചകൾക്ക് വഴിതെളിക്കുന്നത് തന്നെയാണ്. വരും ദിനങ്ങളിൽ സുഗമോദേവിയിൽ ഞങ്ങൾ പ്രവചിച്ചതുപോലെ ഇങ്ങനെ തന്നെ സംഭവിക്കുമോ അതോ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ എന്നറിയാൻ കാത്തിരുന്ന് കാണുക. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.